ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു ഹോം ടൂർ ആണ്. ഇത് വയനാട് ജില്ലയിലെ ചെന്നലോട് എന്ന സ്ഥലത്ത് നിന്നും ഷാജി സന്ധ്യ ദമ്പതികളുടെ വീടിന്റെ ഒരു ഹോം ടൂർ ആണ്. സ്ക്വയർ ഫീറ്റിൽ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ബേ വിൻഡോ അതുപോലെ ബാൽക്കണി കൊടുത്തുകൊണ്ട് അതിമനോഹരമായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ പ്രത്യേകത ഒരു 3 ലെയറായിട്ടാണ് വീട് ഡിസൈൻ ചെയ്തത് എന്നാണ്. ഈ ഒരു ഡിമാൻഡിൽ വീടിന്റെ പ്ലാൻ ആവശ്യപ്പെടുകയും കോഴിക്കോടുള്ള അയാസ് ബാബു എന്ന ആർക്കിടെക്ചർ ഇതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ 1-2 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലെത്തും. പക്ഷേ ഇവിടെ കുറച്ചധികം സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറുമ്പോൾ കോർട്ട്യാർഡ് കൊടുത്തുകൊണ്ടാണ് സിറ്റ് ഔട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൽമണ്ട് മഡഗാസ്കർ എന്ന ഈ ഒരു ട്രീ കോർട്ട്യാർഡിൽ കൊടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കോർട്ട്യാർഡ് ഡിസൈനെ കുറിച്ചൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിന് ഭംഗി കൂട്ടുന്നത് ഈ കാണുന്ന ഗ്ലാഡിൻ ടൈലാണ്. തേക്കിൻ വുഡിനാൽ തീർത്ത മെയിൻ ഡോർ തുറന്നാൽ ലിവിംഗ് ഏരിയയിൽ എത്തുകയും അത്യാവശ്യം നല്ല സ്പേസും TV യൂണിറ്റും സ്റ്റോറേജ് ഏരിയയും കൊടുത്തുകൊണ്ട് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്ത് കാണാവുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്കുള്ള പാസേജിലാണ് വാഷ് ബേസും കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പാസേജിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യത്തെ പ്രത്യേകത മാക്സിമം വെന്റിലേഷൻ അകത്തേക്ക് കയറുന്നു എന്നതാണ്. പിന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്ത രീതി,
അതായത് നമ്മളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഡൈനിങ് ഏരിയയുടെ ചുറ്റുഭാഗത്ത് പല റൂമുകളിലേക്കും കയറിപ്പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡൈനിങ് ഏരിയ ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയും അതിനായിട്ടൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്ത് ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാക്സിമം വെന്റിലേഷൻ അകത്തേക്ക് വരാനും ഇന്റീരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഭംഗി കൂട്ടാനായിട്ട് ഡൈനിങ് ഏരിയയിൽ കംപ്ലീറ്റ് പെർഗോള കൊടുത്ത് ഡിസൈൻ ചെയ്തതും കാണാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ അട്രാക്ഷൻ കിട്ടാനായിട്ട് വാളിൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അതൊരു ബ്രിക്കാണെന്ന്. പക്ഷെ ബ്രിക്കല്ല, പകരം ബ്രിക്കാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാഡിൻ ടൈലൊക്കെ കൊടുത്ത് മനോഹരമാക്കിയതും നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സീലിംഗ് വർക്കിൽ മനോഹരമാക്കുന്നത് ഇവിടുത്തെ ലൈറ്റനിങ്ങും അതുപോലെ പെർഗോളയാണ്. ഈ ഒരു ഡോറ് കിച്ചണിലേക്കുള്ള എൻട്രിയാണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്തിരിക്കുന്നത് വുഡിൽ തന്നെയാണ്. ഈ ഒരു കിച്ചൺ ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു ഹാഫ് ഡോർ ആയിട്ടും ഫുൾ ഡോർ ആയിട്ടും ഓപ്പൺ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം സ്പേസ് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് കബോർഡ് വർക്ക് ചെയ്ത ഈ ഒരു മോഡുലർ കിച്ചൺ ആരെയും അട്രാക്ട് ചെയ്യിക്കുന്നതാണ്. കിച്ചനോട് ചേർന്നിട്ട് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ് സിറ്റ് ഔട്ടും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള വാൾ പാർട്ടീഷൻ. അതായത് UPVC ഫ്രെയിമിൽ ടെഫൻ ഗ്ലാസ് കൊടുത്തുകൊണ്ട് പാർട്ടീഷൻ കൊടുത്തത് നമുക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഫോൾഡിംഗ് ഡോർ നമുക്ക് വലിച്ചിട്ട് ഒറ്റ ഡോറിലേക്കാക്കി മാറ്റാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷൻസിലൊക്കെ ഒറ്റ ഹാളായിട്ട് നമുക്ക് ഡൈനിങ് ഹാളും സിറ്റൗട്ടും യൂസ് ചെയ്യാം. UPVCയുടെയും ടെഫൻ ഗ്ലാസിൻ്റെയും വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്കൊക്കെ വാച്ച് ചെയ്യാം. ഈ ഒരു ഫ്ലോറിൽ ഡൈനിങ് ഏരിയയോട് കൂടിയിട്ട് ഈ ഒരു ഫ്ലോർ അവസാനിക്കുകയും സൈഡ് ഭാഗത്തായിട്ട് താഴെ ഭാഗത്തും മേലെ ഭാഗത്തും സ്റ്റെയർ കൊടുത്തുകൊണ്ട് ബെഡ്റൂം ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ താഴേക്ക് ഇറങ്ങുന്നത് നേരെ ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു പാസേജിൽ വെളിച്ചം കിട്ടാനായിട്ട് 3 പാളിയുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലുള്ളത്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
വാർഡ്രോബിന്റെയും അതുപോലെ ബാത്റൂമിന്റെയും സ്പേസ് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഹെഡ് ബോർഡ് ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തത് കാണാവുന്നതാണ്. ടെക്സ്ചർ വർക്കിന്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് വാച്ച് ചെയ്യാം. ഒരുപാട് സീലിംഗ് വർക്കൊന്നും കൊടുക്കാതെ വാം ലൈറ്റോട് കൂടിയിട്ടാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ ബാത്റൂമും ഏകദേശം സെയിം മോഡലിലാണ് ഡിസൈൻ ചെയ്തതെങ്കിലും എല്ലാ ബാത്റൂമിലും നല്ലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നും താഴെയുള്ള റൂമിലേക്കാണ്. ഇനി നമ്മൾ പോകുന്നത് മുകളിലേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകുന്ന ഈ ഒരു പാസേജിലാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് കംപ്ലീറ്റ് റൂമും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലെ ഒരു വാളിൽ ബേ വിൻഡോയും ഒരു വാളിൽ വിൻഡോയാണ് കൊടുത്തിട്ടുള്ളത്. ബേ വിൻഡോ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ കൊടുത്തുകൊണ്ടും ബേ വിൻഡോ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് ഏരിയ കൊടുക്കാതെയുള്ള ബേ വിൻഡോയാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ വാർഡ്രോബ്സിൽ നിന്നും ഒരു ഡോറ് തുറന്നാൽ ബാത്റൂമിലേക്കുള്ള എൻട്രിയാണ്.
ഇവിടെ ബെഡ്റൂമിലേക്ക് പോകുന്ന പാസേജ് ഏരിയയിലെ മുകൾ ഭാഗത്തേക്കായിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡ് മറ്റൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഈ ഒരു പാസേജിൽ തന്നെ മറ്റൊരു ബേ വിൻഡോയും കൊടുത്തത് കാണാം. എല്ലാ റൂംസിന്റെയും ഡോർസ് ഏകദേശം സെയിം ഡിസൈനിലായിട്ടാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന ഈ ഒരു പാസേജിൽ തന്നെയാണ് വാർഡ്രോബ്സും അതിലെ ഒരു ഡോർ തുറന്നാൽ ബാത്റൂമിലേക്കുള്ള എൻട്രി ആയിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിന്റെ പ്രത്യേകത ബേ വിൻഡോയും അതുപോലെ തന്നെ ബാൽക്കണിയും കൊടുത്തിരിക്കുന്നു എന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ട് എലവേഷനിൽ നിന്നും 2 ബാൽക്കണി കാണുന്നുണ്ട്. അതിലെ ഒരു ബാൽക്കണി ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. വുഡിന്റെ ഫ്രെയിമിൽ ടഫൻ ഗ്ലാസ് കൊടുത്തുകൊണ്ടുള്ള ഡോറും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ലോങ് വിൻഡോയും അതിന് മാച്ച് ചെയ്തിട്ടുള്ള കർട്ടൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ പുറത്തു വന്നതിന് ശേഷം നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇതാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത. അതായത് ഒരു ലെയർ ടൈപ്പിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിൽ ഒരുപാട് ഏരിയ കൊടുക്കുന്നതിന് പകരം ഒരു പാസേജ് ഏരിയ മാത്രം കൊടുത്തുകൊണ്ട് 2 വാളിലും ഒരു വാളിൽ ബേ വിൻഡോയും ഒരു വാളിൽ വിൻഡോസും മാത്രം കൊടുത്ത് നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കയറുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വിൻഡോയിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കാണുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ്. ഈ ഒരു ബേ വിൻഡോയിൽ ഇരുന്നാൽ നമുക്ക് താഴെയുള്ള ഡൈനിങ് ഏരിയയുടെ പറകോളം നമുക്ക് കാണാവുന്നതാണ്.
ഈ ഒരു സീലിംഗ് ഭാഗത്തൊക്കെ ആയിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിൽ 2 ബേ വിൻഡോ കൊടുത്തത് നമുക്ക് കാണാം. വാളിൽ ടെക്സ്ചർ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. എല്ലാ ബാത്റൂമും ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങിയാൽ നമ്മൾ നേരെ പോകുന്നത് ഓപ്പോസിറ്റുള്ള ബെഡ്റൂമിലേക്കാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ പാസേജ് ഏരിയയിൽ തന്നെയാണ് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ്സിൽ നിന്നും ഒരു ഡോർ തുറന്നാൽ ബാത്റൂമിലേക്കുള്ള എൻട്രിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ബേ വിൻഡോയും അതുപോലെ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്.
ഫ്രണ്ട് എലവേഷനിൽ നിന്നും നോക്കുന്ന സമയത്ത് നമുക്ക് 2 ബാൽക്കണി കാണാവുന്നതാണ്. അതിലൊരു ബാൽക്കണി മറ്റൊരു ബെഡ്റൂമിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബാൽക്കണി ഇതാ ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ബേ വിൻഡോയ്ക്കും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടില്ല. ഈ സ്റ്റോറേജ് ഏരിയ കൊടുക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ആ ഏരിയയിൽ കൊണ്ടുപോയി വെക്കും. ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഒരു ടാസ്ക്കായി മാറും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും സ്റ്റോറേജ് ഏരിയ കൊടുക്കാതെ ആവശ്യത്തിന് മാത്രം സ്റ്റോറേജ് ഏരിയ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുതിയ വീടിനെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഹോം ടൂർ ശരിക്കും ഒരു ഉപകാരമാണ്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഓരോ ഡിസൈൻസും മോഡൽസൊക്കെ പുതിയ വീട് താല്പര്യമുള്ളവർക്ക് ഉപകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ.